ഫലം വരാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഘടകകക്ഷികളുടെ പിന്തുണയാർജിക്കാൻ കോൺഗ്രസിൽ നീക്കം. മുസ്ലിം ലീഗ് പിന്തുണ വി.ഡി. സതീശനാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നീക്കം. സതീശനെ പിന്തുണയ്ക്കുന്ന ലീഗ് തീരുമാനത്തിൽ കോൺഗ്രസിൽ അമർഷം ശക്തമാണ്. ഫലപ്രഖ്യാപനം അടുത്തോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അതിന്റെ പാരമ്യത്തിലാണ്. ശനിയാഴ്ച നടന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയാണ് ചർച്ചയിലെ പുതിയ വഴിത്തിരിവ്. വി.ഡി. സതീശന് അനുകൂലമായി ലീഗ് നിലപാടെടുക്കുന്നെന്ന വാർത്ത കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. നിയമസഭാ കക്ഷി നേതാവിനെയും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ലീഗ് അഭിപ്രായം പറയുന്നതിൽ കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ലീഗ് നിലപാട് പുറത്തു വന്നതോടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ നേതാക്കൾ ഘടകകക്ഷികളെ പിന്തുണ നേടാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഘടകകക്ഷികളുടെ പിന്തുണ പാർട്ടി തീരുമാനത്തെ സ്വാധീനിക്കില്ലെങ്കിലും പൊതു അന്തരീക്ഷം അനുകൂലമാക്കാൻ ഉപകരിക്കുമെന്ന വിലയിരുത്തലാണ് നീക്കം. പാർട്ടിയിൽ നീക്കങ്ങൾ തകൃതിയാണെങ്കിലും ചർച്ചയുണ്ടാക്കുന്നത് മാധ്യമങ്ങളാണെന്നാണ് കെ.പി.സി. നേതൃത്വത്തിന്റെ പഴിചാരൽ. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസ്സുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും, മാധ്യമങ്ങളും അംഗീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന പാരമ്പര്യം വിവരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പരസ്യം വന്നതും കോൺഗ്രസിൽ ചർച്ചയാണ്. ഒഴിവുകാലത്ത് കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല. വോട്ടെണ്ണൽ അടുത്തോടെ മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ സമവായം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളും കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.